മൂന്ന് രീതിയിലുള്ള വസ്ത്രദാനം നടത്തുന്നവർ നരകത്തിലാണ്. സയ്യിദുനാ റസൂലുള്ളാഹി വസ്ത്രം ധരിച്ച നഗ്നകളാണ് അവരെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആരാണ് അറിയണ്ടേ? അതുകൂടി പറഞ്ഞിട്ട് നിർത്താം. ശരിക്കും ശ്രദ്ധിച്ചോ. വസ്ത്രം ധരിച്ചതായ നഗ്നകളാണ്, വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വിവസ്ത്രരാണ്. കാസിയാത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വസ്തിയാത്തുൻ, വിവസ്ത്രരാണ്. അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വസ്ത്രം ധരിച്ച നഗ്നകളാണ്. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞൊരു വിഷയം യൂട്യൂബിലുണ്ട്, നിങ്ങളത് കേൾക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ച് വസ്ത്രം ധരിച്ച നഗ്നകൾ ഒന്ന് സെർച്ച് ചെയ്തോളൂ, യൂട്യൂബിൽ ലഭിക്കും. അല്ലാഹു നാഫിയായ നൽകുമാറാവട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വിഷയം ഏതായാലും ശ്രദ്ധിച്ചോ. ഖുർആൻ പ്രവാചകൻ പറഞ്ഞ ഒരു ഹദീസാണ് അതിന് പോൽവലകം. കാസിയാത്തുൻ ആനിയാത്തുൻ, വസ്ത്രം ധരിച്ച നഗ്നകളാണ്. റസൂലുള്ളാഹി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഈലാത്തുൻ മുമീലാത്തുൻ, ആരാണ് ഈ വസ്ത്രം ധരിച്ചതായ സ്ത്രീകൾ എന്നറിയുമോ? ഇമാം നവവി റഹിമഹുല്ലാഹ് ഈ ഹദീസ് മുസ്ലിമിൽ ശറഹ് മുസ്ലിമിൽ വിശദീകരിച്ചുകൊണ്ട് മൂന്ന് പേര് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഈ ഹദീസ് വിശദീകരിച്ച് നവവി ഇമാം റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ പറയുന്നു, ഇത് മൂന്ന് കൂട്ടരെയാണ് ഈ പറഞ്ഞത്. വസ്ത്രം ധരിച്ച നഗ്നകൾ എന്ന് പറഞ്ഞാൽ മൂന്ന് വിഭാഗം ആളുകളാണ്. അതിൽ നമ്മളോ നമ്മുടെ ഭാര്യയോ മക്കളോ ആരെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കണം. ഉണ്ടെങ്കിൽ എവിടെ പോകുന്ന പറഞ്ഞത്? എവിടെ പോകുന്ന പറഞ്ഞത്? നരകത്തിലോട്ട്, നരകത്തിലോട്ട് പോകുന്നത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എവിടെ പോകും? നരകത്തിൽ പോകും. എവിടെ പോകൂല? സ്വർഗത്തിൽ പോകൂല. ഈ മൂന്ന് കൂട്ടർ ആരാണ്? ഈ മൂന്ന് വിഭാഗം. ശരിക്കും ശ്രദ്ധിക്കണേ. നമ്മളോ മക്കളോ ആരെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചോണം. ഒന്നാമത്തെ വിഭാഗം ഏറ്റവും നേരിയ വസ്ത്രം കൊണ്ട് വസ്ത്രം ധരിക്കുന്ന ആളുകൾ. നേർമയായ തുണി എന്നല്ല, ഉള്ളിൽ കിടക്കുന്ന സകല സാധനം പുറത്ത് കാണണം. അതിന് പറ്റുന്ന തുണി കൊണ്ട് ബ്ലൗസ് ചെയ്യിക്കുക, സംഭവങ്ങളൊക്കെ തയ്ച്ചു വെക്കുന്ന ആളുകൾ, സ്ത്രീകൾ, അങ്ങനെയുള്ള ആളുകളിൽ ശ്രദ്ധിക്കണം. അത് നല്ലതിൽ പെട്ടതല്ല. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അത് പുരുഷന്മാരെ തന്നെ മുണ്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നേരിയ തുണി കൊടുത്തുകൊണ്ട് നടന്ന അല്ലാഹ് എല്ലാം തീരും. അതോടുകൂടി സകല അഭിമാനവും അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അങ്ങനത്തെ ആളുകളുണ്ട്, അത് ശ്രദ്ധിക്കൂല. നേരിയ സൈസ് വല്ല ഇതിടുന്നവരുണ്ട്, ജുബ്ബ. അത് പിന്നെയും വിഷയമില്ല, കാരണം അകത്ത് ചിലർക്ക് പെരിയുന്നുണ്ട്. ഇല്ലെങ്കിൽ പോലും വിഷയം. കാരണം പുരുഷന്റെ ഔറത്ത് എന്തല്ല, നെഞ്ചല്ല. എങ്കിലും അത് അന്യപുരുഷന്മാരിൽ മറക്കൽ സുന്നത്താണ്. ഔറത്തല്ലെന്ന് പറഞ്ഞുകൊണ്ട് തുറന്നു കാണിച്ചു നടക്കുന്നതല്ല. മുട്ടുപൂക്കൾ ഉൾപ്പെടെ നിർബന്ധമായും മറച്ചിരിക്കണം. ബാക്കിയുള്ളത് മറക്കൽ സുന്നത്താണ്, ശക്തിമത്തായ സുന്നത്താണ്. റസൂലുള്ളാഹിന്റെ ശരീരപ്പെട്ടതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ശരീരം പിൻപറ്റലാണല്ലോ ദീൻ. റസൂലുള്ളാഹിനെ പിൻപറ്റാനാണ് പറഞ്ഞത്. ആ പിൻപറ്റൽ ഇങ്ങനെയാവണം. അവിടുത്തെ വസ്ത്രവിധാനം, അവിടുത്തെ രീതികൾ പരിപൂർണമായി പിൻപറ്റണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവൻ നബിയോടുള്ള മഹബ്ബത്ത് അധികരിക്കും. നബിയോടുള്ള മഹബ്ബത്ത് വെച്ചുകൊണ്ടാണ് ചെയ്യുന്നതൊക്കെ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അപ്പൊ നേരിയ വസ്ത്രം ധരിക്കുന്നവരാണ് ഒന്നാമത്തെ സെക്ഷൻ. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കുക. നമ്മളിലോ ഭാര്യയോ മക്കളിലോ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായും ഒഴിവാക്കണം. دخلت حفصة بنت عبد الرحمن على عائشة. മഹാനായ അൽഖമത്ത് ബിനു അബി അൽഖമ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഉമ്മയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ടവരുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സവിധത്തിൽ നിൽക്കുമ്പോൾ ദഖലത്ത് ഹഫ്സത്തു ബിൻത് അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ എന്ന സ്വഹാബിയുടെ പ്രിയപ്പെട്ട മകളായ ഹഫ്സ ബീവി അവിടേക്ക് കടന്നു വന്നു. അലൈഹാ ഖിമാറുൻ റഖീഖുൻ, നേർമയായ തലയെ തുണിയിട്ടുകൊണ്ടാണ് കടന്നു വന്നത്. നേരിയ തലയെ തുണിയിട്ടുകൊണ്ടാണ് വന്നത്. അതായത് തലമുരുക മുടിവുകൾ കാണാം, ചെവി കാണാം, ഒക്കെ കാണാൻ പറ്റും. അങ്ങനല്ല കല്യാണപ്പണി ഇട്ട് കൊടുക്കുന്നത്. ഏറ്റവും വലിയ തോന്നിയാസാണ് കാണിക്കുന്നത്. ഒരു പെണ്ണിനെ കാണിക്കാൻ പാടില്ലാത്ത പെണ്ണാണ് ഇത് കല്യാണപ്പെണ്ണെന്ന് പറയുന്നത്. കാരണം അവിടെയുള്ള ചെറുക്കന് മാത്രം ഏറ്റവും ബന്ധപ്പെട്ടാണ് നമ്മളെ കാണാൻ. നമ്മളെന്ത് ചെയ്യുന്നത്? എല്ലാം കാണിക്കുന്നു. അനുകൂട്ടത്തിൽ തലയത്തുണി ഏറ്റവും നേരിയത്. ഞാൻ അതിനേക്കാൾ നേരിയതൊന്നുമില്ല. കല്യാണപ്പെണ്ണിന്റെ തലയത്തുണി എന്ന് പറയും. അത് സ്പെഷ്യലാ. കാരണം ഉള്ളിലുള്ളതൊക്കെ കാണണം. അവൾ ഇട്ടിരിക്കുന്ന കഴുത്തേലും കാതയിലും ഒക്കെ ഇട്ടിരിക്കുന്നതൊക്കെ കാണണം. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ.
അങ്ങനെയുള്ള ഒരു തലയെത്തുണി ഇട്ടുകൊണ്ട് ഈ പെണ്ണ് കയറി വന്നു. ഹഫ്സാ ബീവി റസൂലുള്ളാഹിന്റെ ഭാര്യ, ഉമറുള്ളാഹിന്റെ മകൾ ഹഫ്സാ ബീവി അല്ല ഇത്. പിന്നെ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകളാകുന്ന ഹഫ്സാ ബീവി, ഹഫ്സത്തു ബിൻത് അബ്ദുറഹ്മാൻ. ഹദീസാണ്, മോത്തലുള്ള ഹദീസാണ് ഈ പറഞ്ഞത്. ശരിക്കും മനസ്സിലാക്കണം. അപ്പോഴോ ബഹുമാനപ്പെട്ടതാകുന്ന മഹദിയവറുകൾ അത് വാങ്ങിക്കുകയാണ്. ആ തുണി കഷ്ണം കീറിക്കളയുകയാണ്, കളയുകയാണ്. ആ നേരിയ തുണി കൊണ്ട് വാങ്ങിച്ചിട്ട് തലയിൽ വാങ്ങിച്ചിട്ട് കീറി എന്നിട്ടോ ഔറത്ത് മറയുന്ന നിലയ്ക്കുള്ളതായ അല്പം കൂടി കട്ടിയുള്ളതാകുന്ന തലയെ തുണിയിട്ട് കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. നമ്മളാണെങ്കിൽ കീറികളെല്ലാം ഇടതൊന്നും ഉണ്ടാവില്ല. അവസ്ഥ നമുക്ക് അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അങ്ങനെയല്ല, അതുകൊണ്ട് ഇനി ഉപയോഗിക്കണ്ട. കാരണം എന്താ, ഇസ്ലാം വിലക്കിയതാണ്. അതിനെ അങ്ങനെ ചെയ്തത് ഇപ്പൊ നിങ്ങൾ അതിനെ കീറിയത് വേറെ ആർക്കും ഉപയോഗിക്കണ്ടെന്ന്. ഇത് ഔറത്ത് കാണുന്ന വിലക്കിയതാണ്. അതെവിടെ വിലക്കിയത്? പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, നിങ്ങൾ സ്ത്രീകൾ അവരുടെ വീടിനകത്തളങ്ങളിൽ കൃത്യമായി ഇബാദത്തിനായി കഴിഞ്ഞ ഉടനെ ഭർത്താവിനെ ഖിദ്മത്തെടുക്കുകയും മക്കളെ പരിപാലിക്കുകയും 5 വക്ത നമസ്കാരങ്ങൾ ചിട്ടവെച്ചുകൊണ്ട് നിലകൊള്ളണേ. വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പുള്ള ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ളതാകുന്ന ആളുകൾ, അന്നുള്ളതാകുന്ന പരസ്ത്രീകൾ അന്യരാകുന്ന പരപുരുഷന്മാരുടെ മുന്നിലൂടെ അണിഞ്ഞൊരുങ്ങി ചമഞ്ഞൊരുങ്ങി നടന്നതുപോലെ, ശരീരത്തിന്റെ നഗ്നതകൾ കാണിച്ചുകൊണ്ട് നടന്നതുപോലെ നിങ്ങൾ നടക്കരുതേ, നടക്കരുതേ. വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. അണിഞ്ഞൊരുങ്ങി അന്യപുരുഷന്മാരുടെ ഉള്ളിൽ നടക്കലാണ്. പുരുഷന്മാർക്കിടയിലൂടെ മുന്നിലൂടെ നടക്കലാണ്. എങ്ങനെ? അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് നടക്കുന്നതിനാണ് പറയാ. അത് ചെയ്യരുത്. അന്യപുരുഷന്മാരുടെ മുന്നിലൂടെ അങ്ങനെ ഉണ്ടല്ലോ. അണിപ്പം നടക്കുന്ന കല്യാണങ്ങളൊക്കെ ഫ്രണ്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കാനില്ല. വളരെ അതുപോയിരിക്കണം. പണ്ട് കാലത്തെ അപേക്ഷിച്ച് ലജ്ജ പോയിട്ടുണ്ട്. ഇപ്പോ അല്ലാഹു കാക്കട്ടെ. പണ്ടെങ്ങനെയായിരുന്നു ഔറത്ത്? പണ്ട് ഈ പറഞ്ഞ പോലെ പർദ്ദയൊന്നുമില്ല, പക്ഷെ മറയുണ്ട്. എങ്ങനെ? ഒരു കുട കൊണ്ടെങ്കിലും മറ പിടിക്കും. അങ്ങനെ നടക്കുമ്പോഴത്തേക്ക് അന്യപുരുഷനെ കാണുകയാണ്. മറ പിടിക്കുന്നതാണ്. അപ്പൊ മഴയുണ്ടാവും. ആ മഴ ഉണ്ടായാലും കുഴപ്പമില്ല. അന്യപുരുഷന്മാരെ മറ വായിച്ചിട്ട് ഇങ്ങനെ പോകും. പഴയുള്ള ഉമ്മമാര് ആണല്ലോ നമ്മൾ പറയുന്നത്. അവർക്ക് ബോധമൊന്നുമില്ലെന്ന് പറയുന്നത് നമ്മളെ കണ്ടോണ്ട്. യഥാർത്ഥത്തിൽ അവരാണ് ദീനും കാത്തു സംരക്ഷിച്ചവർ, നമ്മുടെ ഉമ്മമാർ. മനസ്സിലാക്കുക. അപ്പൊ അവരുടെ നിറച്ചു വീർത്തുമാറാവട്ടെ. അപ്പൊ പണ്ട് കാലത്തുള്ള ഔറത്ത് പറയുന്നതാണ്. അവരുടെ ശരീരത്തിൽ ഒരു പക്ഷെ പൂർണ്ണമായി ഒന്നുണ്ടാവില്ല. വസ്ത്രം മറക്കത്തക്ക വിധത്തിലുണ്ടായിരുന്നില്ല. സാധുക്കളാണ്. ചിലവരെ ഐക്യരിക്കട്ടുണ്ടാവുക, സാരിയായി കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ അന്യരൊന്നും മറ നടക്കും. മതി, അങ്ങനെ മറച്ചാൽ മതി. അന്യരാകുന്ന ഒരു പുരുഷന്മാർ തന്നിലേക്ക് നോക്കുമ്പോൾ ഉള്ള ഒരു ഔറത്ത് അത് ഏത് വിധത്തിലുമാകാം. അതവരുടെ ശരീരത്തിന് പരിപൂർണ്ണമായ വസ്ത്രം മറച്ചിട്ടോ അല്ലെങ്കിൽ കുട മറച്ചിട്ടോ എങ്ങനെ മറച്ചിട്ടോ ഔറത്തായിരിക്കണം, മറയായിരിക്കണം. അവരിൽ നിന്ന് പരിപൂർണ്ണമായി മറയ്ക്കണം. ലജ്ജ പരിപൂർണ്ണമായി വേണം. ഇന്ന് സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയതാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള കൂത്തരങ്ങൾക്ക് മുൻപന്തിൽ നിൽക്കുന്നത്. ഏത് പാർട്ടിയും എവിടെയും സ്റ്റേജിൽ കയറിയിട്ട് ആടാനും പാടാനും കുഴയാനും ഒക്കെ നിലകൊള്ളുന്നത് ഈ സമുദായത്തിൻ്റെതാകുന്ന അപ്പോസ്തലന്മാരുടെ മക്കളാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ദീൻ നഷ്ടപ്പെട്ടു പോയി. ഭയങ്കരമായിട്ട് ഉസ്താദ്മാരെ കണ്ടാൽ ഭയങ്കര ജീവിതത്തിൽ ദീനയില്ല. 10 പേരെ റൗണ്ടിൽ കിട്ടിയ ഭയങ്കര ഭയങ്കര ദീനായിട്ടാണ് കാണിക്കുന്നത്. ജീവിതത്തിൽ വട്ടപൂജ്യം. അവനവന്റെ സ്വന്തം കുടുംബത്തിലെ കല്യാണവും അവന്റെ പരിപാടികൾ എടുത്തു നോക്കിയാലും ഒക്കെ പേക്കൂത്തുകൾ. അവനെന്ത് കാണിക്കാം? അത് ദീനിൽപ്പെട്ടവനല്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു സലാമിന്റെ അവസ്ഥ. ഒട്ടകത്തിന്റെ മാംസം പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് കഴിക്കാതെ യഹൂദികളുടെ മേൽ പരിപൂർണമായി ആസ്വദിച്ചുകൊണ്ട് നിലകൊണ്ടവന്റെ വിഷയത്തിൽ ഖുർആനിൽ ആയത്ത് ഇറങ്ങിയിട്ട് പറഞ്ഞു,
ദീനിൽ പരിപൂർണമായി മുറുകെ പിടിക്കണം. ദീൻ പരിപൂർണമായി മുറുകെ പിടിക്കണം. നിനക്ക് പറ്റുന്നത് പറ്റും, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് പാടില്ല എന്ന അവസ്ഥ പറ്റൂല. ദീനനുസരിച്ചുകൊണ്ട് തന്നെ ജീവിക്കണം. അപ്പൊ തബറുജ് എന്ന് പറഞ്ഞാൽ അതാണ്, അണിഞ്ഞൊരുങ്ങി നടക്കുക, അന്യപുരുഷന്മാരുടെ പോലെ ഒരർത്ഥം. അത് മറ്റൊരർത്ഥം ബഹുമാനപ്പെട്ടതായ മഹത്തുക്കൾ മുഖാത്തുൽ ഹയ്യാർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് രേഖപ്പെടുത്തുന്നതായി കാണാം. നേരിയ വസ്ത്രം ധരിക്കും, തലയിലിടുന്നു, തലയിലിടുന്നതിലൂടെ തലമുടി കാണും, അതുപോലെ കഴുത്തിലിരിക്കുന്ന ആഭരണങ്ങൾ അവരുടേതാകുന്ന മാലകൾ കാണും, അവരുടേതാകുന്ന കമ്മൽ മറ്റുള്ളവർ കാണും. ഇതിനെയൊക്കെ കാണിക്കാൻ വേണ്ടി ശരീരത്തിൽ വസ്ത്രം ധരിക്കുന്നതാകുന്ന ആളുകൾ, അവരുടെ അർത്ഥമാണിത് തബറുജ്. ഈ അനുകരിക്കുന്ന നടക്കാൻ ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥമാണ് അത് ചെയ്യരുതെന്നാണ് ഖുർആൻ വിലക്കിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്തിറങ്ങിയത് കൊണ്ടാണ് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഹഫ്സ ബിബി അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തത്? അവരുടെ നേരിയ തലത്തിൽ ഈ ആയത്തിറങ്ങിയിട്ട് ഈ കോലത്തിൽ നടക്കുകയാണോ എന്ന അർത്ഥത്തിൽ അത് വലിച്ചു കയറിയിട്ട് ഫകസത്ഹാ ഖിമാറൻ ഖഫീഫ, നല്ല കട്ടിയുള്ള തലത്തിൽ ഇട്ട് കൊടുത്തു. ഹദീസാണ് പറഞ്ഞത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നത് ഏറ്റവും നല്ല സ്ത്രീകൾ അൻസാരികളായ സ്ത്രീകളാണ്. അല്ലാഹു അവർക്ക് കരുണ ചൊരിയട്ടെ, ചൊരിയട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് ഇറങ്ങിയപ്പോ വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ, മുൻഗാമികൾ ചെയ്തതുപോലെ അണിഞ്ഞൊരുങ്ങി അന്യപുരുഷന്മാരുടെ മുന്നിൽ നടക്കാൻ വന്നിട്ടുണ്ടെന്ന് കേട്ടു. അന്യപുരുഷന്മാരുടെ മുന്നിൽ അണിഞ്ഞൊരുങ്ങി നടക്കരുതെന്ന് കേട്ടപ്പോ വേഗം ചെന്നിട്ട് അത് ആ കരിമ്പടം മരിച്ചു കീറിയിട്ട് ആ കരിമ്പടം പുതച്ചുകൊണ്ട് നടക്കാൻ അതങ്ങനെ കണ്ടിട്ട് കാക്കകൾ ഇങ്ങനെ പോകുന്നത് പോലെ തോന്നും. കാരണം അത് ഓടിക്കൊണ്ട് പോവാ, അത്ര സൂക്ഷ്മത. അതുകൊണ്ട് അവർക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ. അവരെ പോലെ ഒരു പെണ്ണുങ്ങളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് ഏറ്റവും നല്ല സ്ത്രീകളാണ് അവരെ ആര് പറയാൻ? ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാൻ. നമുക്കൊക്കെ പറ്റുമോ? 1400 വർഷം വായത്തിറങ്ങിയ ഇപ്പൊ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്നില്ല. ഇപ്പോഴും പറയായിരിക്കും മനസ്സിലുണ്ട്, വേറെ എന്തൊക്കെ പറയാനുണ്ട്, വേറെ പ്രസവിച്ചുകൊണ്ട് നോക്കാനുള്ളത് ഇതൊക്കെയാണ് പറയുന്നത് എന്ന് പറയുന്നത് പിടിക്കുന്നവരുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മുടെ അവസ്ഥ അന്ന് പറഞ്ഞ വിഷയം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ യാഥാർത്ഥ്യമായി. സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന മതം, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന മതം ഏതേ ഉള്ളൂ? പരിശുദ്ധ ഇസ്ലാമേ ഉള്ളൂ, പരിശുദ്ധ ഇസ്ലാമേ ഉള്ളൂ. ഇന്നുള്ള നടിമാർ ലോകത്തോട് വിളിച്ചു പറയുന്നത് അതാണ്. മനസ്സിലാക്കുക, ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു പോയി, പലരും കവർന്നെടുത്തു പോയി. ഒരു പെണ്ണിന് ഏറ്റവും വേണ്ടതാണ്, അവരുടെ വിലപ്പെട്ട ഒന്നാണ് നഷ്ടപ്പെട്ടു പോയതെന്ന് വിളിച്ചു പറയുന്നത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ, നമ്മുടെ മക്കളെ അല്ലാഹു കാക്കുമാറാവട്ടെ. അപ്പൊ നേരിയ വസ്ത്രം ധരിക്കലാണ് ഒന്ന്. കാസിയാത്തും ആരിയാത്തും വസ്ത്രം ധരിച്ച നഗ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നേരിയ വസ്ത്രം ധരിക്കുക. നിർത്ത രണ്ടെണ്ണം കൂടി പറഞ്ഞാൽ കഴിഞ്ഞു. ഏത് വസ്ത്രം ധരിച്ച നഗ്നങ്ങൾ എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു അർത്ഥം പറഞ്ഞത് എത്ര പേരെ ഉദ്ദേശിച്ചിട്ടാണ്? 3 വിഭാഗം ആളുകളാണ്. ഒന്ന് ഏതാണ്? നേരിയ വസ്ത്രം. രണ്ടാമത്തത് ചുരുങ്ങിയ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നവർ. കഷ്ടം കാണാം, മാരടത്തിന്റെ വലിപ്പം വെളിയിലേക്ക് കാണാം, പുറവശം കാണാം, അങ്ങനെയുള്ളതാകുന്ന വസ്ത്രം. അല്ലെങ്കിൽ പുക്കിളിച്ചുരി കാണിച്ചുകൊണ്ടുള്ള വസ്ത്രം നടക്കുക. വസ്ത്രമുള്ളത് ചുരുക്കുക, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ചുരുങ്ങിയ വസ്ത്രം കൊണ്ട് മതിയാക്കുക. അതുകൊണ്ടല്ല പുരുഷന്മാരുണ്ട് സ്ത്രീകളുമുണ്ട്. അങ്ങനത്തെയുള്ള ആളുകളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. 3 ഇത് രണ്ടുമല്ല. ചുരുങ്ങിയതാകുന്ന വസ്ത്രമല്ല, നേരിയ വസ്ത്രമല്ല. പിന്നെ മൂന്നാമത്തെ ഒരു അർത്ഥം, അതേതാ? ടൈറ്റായ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നതായ ആളുകൾ. ലെഗിൻസ്, ജെഗിൻസ് ആണല്ലേ ധരിക്കുന്ന നമ്മുടെ സമുദായമാണ്. അത് ആരോഗ്യപരമായി പ്രശ്നമുണ്ട് എന്ന് ഇന്ന് ശാസ്ത്രം തന്നെ വിളിച്ചു. അത് സ്ത്രീകൾക്ക് തന്നെ അവരുടേതാകുന്ന ആരോഗ്യപരമായി പല പ്രശ്നങ്ങളുണ്ടാകും, പുരുഷന്മാർക്കും ഉണ്ടാകും. അവരുടെ സ്ത്രൈണതയെ നഷ്ടപ്പെടുത്തുന്നതാണ്, വളരെ പ്രയാസമുണ്ടാക്കും, പിന്നീട് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അവർ അറിയും എന്നൊക്കെ ഇപ്പൊ ശാസ്ത്രം തന്നെ പറഞ്ഞിട്ട് പോലും ഇതൊന്നും ശ്രദ്ധിക്കാതെ വലിച്ചു കയറ്റി ഇട്ടുകൊണ്ട് നടക്കുന്ന ആളുകൾ ഇന്ന് നമ്മുടെ സമുദായത്തിൽ കൂടി വരിക. അല്ലാഹു കാക്കുമാറാവട്ടെ. ഇതൊക്കെ അന്യപുരുഷന്റെ മുന്നിൽ ഇട്ടുകൊണ്ട് നടക്കുന്നതാണ് ഇപ്പൊ പ്രശ്നം. എന്തല്ല, ഒരാൾ അവരുടെ സ്വകാര്യ റൂമിൽ ഭർത്താവിന്റെ മുന്നിൽ ഒരു പെണ്ണ് ലെഗിൻസ് ഇട്ടുകൊണ്ട് നടന്നു, പ്രശ്നമുണ്ടോ? ഒരു വിഷയമില്ല. ഇന്നലെ ലെഗിൻസ് ഇട്ടുകൊണ്ട് നടക്കാനല്ല, അങ്ങനെ നടന്നുള്ള വിഷയമുണ്ടോ? അല്ല. അന്യപുരുഷന്റെ മുന്നിൽ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. അന്യരുടെ മുന്നിൽ ഈ രീതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നതാകുന്ന ആളുകൾ. ചില സഹോദരിമാരില്ലേ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് നടക്കുന്നവർ, ശ്രദ്ധിച്ചിട്ടുണ്ട്?
ലെഗിൻസ് ഇട്ടിട്ടുണ്ടാവും, ഒരു ചുരിദാറുണ്ടാവും. അള്ളാഹു കാണേണ്ടതൊക്കെ ശരിക്കൂടെ കണ്ടു കഴിഞ്ഞു. അതിന്റെ കീറൽ ഉടമ്പടിയാണ് കഷമല കീറി വെച്ചിരിക്കുക. മഴയുടെ പെയ്ത കീറുന്നു, ഹലാക്കായി. അള്ളാഹു ആക്കുമാറാവട്ടെ. നടപടികൾ 5 ബ്രേക്കാണ്, 2 കാല് 2 കൈ പിന്നെ വാവുണ്ട്, ഒരു പിടുത്താണ്. 5 ബ്രേക്കും പിടിച്ചോണ്ടാവുക. എന്തുവായിക്കോട്ടെ, അള്ളാഹു നമ്മുടെ സഹോദരിമാർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അവർ നല്ല കാറൊക്കെ പഠിപ്പിക്കണം നമ്മുടെ സഹോദരിമാർ ഇന്നത്തെ കാലത്ത്. കാരണം നല്ല കാറ്, ചെറിയ വണ്ടി, കാറിലൊക്കെ പോട്ടെ, അതിലൊന്നും ഇജ്ജത്ത്. അപ്പൊ ഔറത്തൊന്നും വെളിവാവില്ല, നഗ്നതകളൊന്നും വെളിവാവില്ല. അന്യപുരുഷന്മാരുടെ സുരക്ഷിതത്വം. കാറ് ഡ്രൈവിംഗ് പഠിപ്പിക്കണം. ഒരു ചെറിയ കാറൊക്കെ ഉണ്ടെങ്കിൽ റാഹത്താൻ. അത്യാവശ്യം മക്കളെ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകാനും അതുപോലെ ഹോസ്പിറ്റലിൽ പോകാനും ഒക്കെ വേണമെങ്കിൽ റാഹത്തായി. ഭർത്താവിനോട് ചോദിക്കാതെ വീട്ടിൽ വേണേ പോവാം. എന്തായിക്കോട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യാം. അത് പഠിച്ചിട്ടാണ് ഇവരും പഠിപ്പിക്കാത്തത്. അല്ലാതെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, സ്ത്രീകൾക്ക് സ്കൂട്ടറിനേക്കാൾ ഏറ്റവും നല്ലതാണ് കാറ് തന്നെയാണ്. ഒന്നുകൂടി സേഫ്റ്റിയാണ് അല്ലെ. എന്തെങ്കിലും ഒരു തട്ടലോ മുടിക്കലോ ഒക്കെ വന്നാൽ കാറിന്റെ കിട്ടുള്ളൂ. നമ്മുടെ ശരീരത്തിൽ വല്ല വലിയ വിഷയം വരുമോ? വലിയ ഓവർ ഓടിക്കുന്നതിനെ ഓടിക്കില്ല, എപ്പോഴും 40-50 പോകുള്ളൂ. സ്കൂട്ടറിനേക്കാൾ ഔറത്ത് പരിപൂർണമായി മറച്ചുകൊണ്ട് വൃത്തിയായി പോകാൻ പറ്റുന്നതാണ്. ഇനി പർദ്ദയൊക്കെ ഇട്ടുകൊണ്ട് പോയാലും ചിലപ്പോൾ ഇങ്ങനെ പാടി കളിക്കും, ഷാളൊക്കെ എടുത്ത് പോലെ ടയറിൽ കുരുങ്ങി കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തില്ല, വേഗം പുറത്തോട്ട് പള്ളിയുടെ ഖബർസ്ഥാനിലെത്തും. അല്ലാഹു ആക്കട്ടെ. ശരിയല്ല, അങ്ങനെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഷാളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കെട്ടിയിടും, ഇത് നേരെ ടയറിൽ കുരുങ്ങി. അങ്ങനെ എത്ര അപകടങ്ങൾ ഉണ്ടാകുന്നു. പുറകിൽ നിൽക്കുന്ന സഹോദരിമാരാണെങ്കിൽ വളരെയേറെ ശ്രദ്ധിക്കണം. മക്കളൊക്കെ ആയിട്ട് കയറി ഇരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. സാധാരണ മറ്റു വിഷയമാണ്, പിന്നീട് പറയാം. വിഷയത്തിലൊന്നും പോകും. അള്ളാഹു നമ്മുടെ സാന്നിധ്യങ്ങളിൽ ചേർക്കട്ടെ. ഏതായാലും ഈ മോദിയിലുള്ള വസ്ത്രവിധാനം, ഒന്ന് ചുരുങ്ങിയ വസ്ത്രം അല്ലെങ്കിൽ നേരിയ തുണിയിട്ടുകൊണ്ട് നടക്കുക, മൂന്നാമത്തേത് ടൈറ്റായ രീതിയിലുള്ള വസ്ത്രം ധരിക്കുക. ഈ 3 വിഭാഗത്തെ കുറിച്ചാണ് വസ്ത്രം ധരിച്ച നഗ്നകളെന്ന് നിബിധങ്ങൾ പറഞ്ഞത്. ഇതാര് പറഞ്ഞു? ഇമാം നബി റളിയല്ലാഹു ശറഹ് മുസ്ലിമിൽ പറഞ്ഞു. അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് എന്താ അവസ്ഥ? അവരൊരിക്കലും ഇവിടെ കിടക്കില്ല, സ്വർഗത്തിൽ കിടക്കില്ല. കേട്ടോ, മാഇലാത്തുൻ മുമിലാത്തുൻ റൂസുൻ കസിനിമത്തിൽ ബുഖത്തിൽ മാഇല ലാ യദ്ഖുലുൽ ജന്ന വലാ യജിദിന റിഹഹാ. സ്ത്രീകൾക്ക് ശ്രേഷ്ഠരായും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് മാത്രമല്ല, ചാഞ്ഞും ചെരിഞ്ഞും മഞ്ഞരാകുന്ന പരപുരുഷന്മാരെ ഇളക്കി വിടത്തക്ക വിധത്തിലുള്ളതാകുന്ന നടത്തമുണ്ട് നടക്കുന്നതായ സഹോദരിമാരില്ലേ, ടൈറ്റായ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന മംഗമാരില്ലേ, ശരീരത്തിന്റെ ഇക്കലിപ്പെടുത്തുന്ന ഭാഗങ്ങൾ പുറത്തേക്ക് കുറിച്ച് നിൽക്കുന്ന വിധത്തിലുള്ള ടൈറ്റായ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നതായ പെങ്ങളെ, സ്വർഗത്തിൽ അല്ലാഹു നിന്നെ പ്രവേശിപ്പിക്കുകയില്ല. വലാ യജിദിന റിഹഹാ. ആ സ്വർഗത്തിന്റെ പരിമളം മൂലം ആസ്വദിക്കാൻ പറ്റുകയില്ല. വൈന റിഹഹാ ലതൂജദു മിൻ മസീറതി 500 വർഷത്തോളം വഴിദൂരമാണ് സ്വർഗത്തിന്റെ പരിമളത്തിനുള്ളത് എന്നറിയണേ എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നീ കുറക്കോട് പഹലിന്റെ പരിസരത്ത് നിന്ന് നീ എത്ര ദൂരമാണോ സഞ്ചരിക്കുന്നത്, 500 വർഷം കൊണ്ട് നീ എത്തിപ്പെടുന്നത് ഏത് കാലഘട്ടത്തിലാണോ, ഏത് സ്ഥലത്താണോ, അവിടേക്ക് വരെ അടിച്ചു വീശുന്നതായ സുഗന്ധമാണ് സ്വർഗത്തിനുള്ളത്. അതുപോലെ ആസ്വദിക്കാൻ പറ്റുകയില്ല. ഈ കൂട്ടർക്കെന്നും നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവർ ഉറപ്പായിട്ടും നരകത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഞാൻ നിർത്തുന്നു. സ്ത്രീകൾക്ക് ഏറ്റവും സമ്പൂർണമായ മതം എന്നെന്ന് നിലനിൽക്കുന്നത് സർവ്വജനീനവും സർവ്വകാലികവുമാണ്. അന്യരാകുന്ന പരപുരുഷന്മാരിലേക്ക് നിങ്ങളുടെ നഗ്നത പ്രദർശനം നടത്തരുത്. നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടരുത്. നിങ്ങൾ നിങ്ങളുടെ ജനേന്ദ്രിയത്തെ സൂക്ഷിക്കണം. അല്ലാഹു കൽപ്പിക്കാൻ സൂറത്തുൻ നൂർ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂർ വഅലിമൂഹുന സൂറത്തുൻ നൂർ നബിതങ്ങൾ പറഞ്ഞു, ഈ സൂറത്തും ഇതിന്റെ അർത്ഥതലങ്ങളും സ്ത്രീകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരുപാട് മസലകളുള്ളതാണ്. ശരീരത്തിലേക്ക് എത്തിപ്പെടണമെന്നുള്ള ചിന്താഗതി നിന്റെ മനസ്സുകേനെ നിന്റെ ജനേന്ദ്രിയത്തിലേക്ക് ഒരു താല്പര്യം കാത്തു സൂക്ഷിക്കട്ടെ. അതുകൊണ്ട് അത് രണ്ടിനെയും പരിശുദ്ധ ഇസ്ലാം വിലക്കി. പുരുഷനോട് വിലക്കി, സ്ത്രീകളോട് വിലക്കി. ഏറ്റവും പരിശുദ്ധമായ ജീവിതത്തിന് അത് അഭികാമ്യമാണെന്ന് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു. മുൻകാലഘട്ടത്തിലുള്ള ജാഹിലിയ്യ കാലഘട്ടത്തിന്റെ പ്രവണത പോലെ അടിച്ചു പൊളിച്ചിട്ട് അന്യപുരുഷന്മാരുടെ മുന്നിലൂടെ നിങ്ങൾ ചമഞ്ഞൊരുങ്ങി നടക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ വിലക്കി. മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ സിനിമാ മേഖലകളിലും അത്തരത്തിലുള്ള പരിപാടികൾക്കൊക്കെ എത്തിപ്പെടാൻ വേണ്ടിയുള്ള മത്സരങ്ങളാണ് എവിടെ നടക്കുന്നത്? ഈ സമുദായത്തിന്റെ മക്കൾക്കിടയിൽ നടക്കുന്നത്. ആണോ അല്ലയോ?
ഇത്രയേറെ വിഷയങ്ങൾ ഇവിടെ പരസ്യമായിട്ട് നടിമാരെ വിളിച്ചു പറഞ്ഞാൽ പോലും ഇപ്പോഴും നമ്മുടെ മക്കളും തലമുറകളും താല്പര്യം എന്താ? ഈ സിനിമ കാണാനും ഈ സിനിമ താരരാജാക്കന്മാരുടെ പിറകെ പോകാനും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവരെന്നെ പറയാം, എന്ത് സന്ദേശം? ഈ അടുത്തിറങ്ങിയ സിനിമയെ കുറിച്ച് ഈ അടുത്തൊരു പള്ളിയിലച്ചൻ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. പള്ളിയിലച്ചൻ പ്രസംഗിക്കുമ്പോൾ ഒരു വിഷയമില്ലല്ലോ, പള്ളിയിലെ മുന്നേ പറയാൻ വിഷയമുള്ളൂ. എന്താ പറയുന്നത്? പള്ളിയിലച്ചൻ പ്രസംഗിക്കുകയാണെന്ന് ഈ അടുത്തിറങ്ങിയ സിനിമകൾ മുഴുവനും കൊടുക്കുന്നതാകുന്ന സന്ദേശം കള്ളുപിടിക്കാൻ, കഞ്ചാവ് അടിക്കാൻ, ലഹരി നുണയാനുള്ള സന്ദേശമാണ്. ഏത് സിനിമയാണ് സഹോദരങ്ങളെ നല്ല സന്ദേശം നൽകിയ ഒരു സിനിമ പറയാമോ? എന്താണ് ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം? ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരുകളും അടിയും കള്ളും കഞ്ചാവും ലഹരി നടന്നിട്ട് അന്യപെണ്ണുമായി കെട്ടിപ്പിടിച്ച് സുഖിച്ചു കിടന്ന് ഉറങ്ങുന്നത്, ഇല്ലെങ്കിൽ പ്രേമിക്കുന്നതിന് വശമതരാക്കി കൊടുക്കുന്നത്, പ്രേമിക്കുന്ന പെണ്ണിനെ തന്നെ കെട്ടണമെന്ന് വാശി പിടിക്കുന്നത്, അതിന് മാതാപിതാക്കളെ എങ്ങനെയെങ്കിലും പറഞ്ഞു പറ്റിച്ചിട്ടാണെങ്കിലും അവരുമായി വഴക്കുണ്ടാക്കിയിട്ടാണെങ്കിലും ഞങ്ങൾ പ്രേമിക്കുന്ന പെണ്ണിനെ തന്നെ കിട്ടും, അത് ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് കാസ്റ്റിൽപ്പെട്ടവരാണെങ്കിലും മതമൊക്കെ മാറി നിൽക്കട്ടെ, ഞങ്ങൾ ഒന്നിക്കാൻ തയ്യാറാകുന്നു എന്ന സന്ദേശമല്ലേ സമുദായത്തിന്റെ മക്കൾക്ക് വരെ കൈമാറി കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടല്ലേ ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ മക്കളൊക്കെ ഹൈന്ദവ സമുദായത്തിലെ സഹോദരിമാരെ വിവാഹം ചെയ്യാൻ വരെ തയ്യാറാകുന്നത്? എന്തൊരു ആഭാസമാണ് ഈ സമൂഹത്തിൽ നടക്കുന്നത്! എത്ര വലിയ തെമ്മാടിത്തരങ്ങളാണ് ഈ സമൂഹത്തിൽ നടക്കുന്നത്! പ്രതികരിക്കുന്നവരെക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന യുഗത്തിലേക്ക് നമ്മുടെ തലമുറ മാറിയിരിക്കാൻ. ഒരു ആലിം പ്രതികരിച്ചാൽ, ഒരു പണ്ഡിതൻ പ്രതികരിച്ചാൽ, ഒരു ഉമറാവ് പ്രതികരിച്ചാൽ, അതിനെതിരെ ശക്തമായ ഭാഷയിലോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ കൊടുത്തുകൊണ്ട് ഒരു കുറിപ്പിട്ടാൽ അതിനിടയിൽ വന്നിട്ട് ഇയാളാരാണ് പറയാൻ എന്ന തലത്തിലേക്കുള്ള വർത്തമാനങ്ങൾ പറയുന്ന യുഗത്തിലേക്ക് ഈ തലമുറ മാറിയില്ലേ? ദീൻ അത്രത്തോളം നഷ്ടപ്പെട്ടു പോയില്ലേ നമ്മളിൽ നിന്ന്? അല്ലാഹു നമ്മളെ കാത്തു സൂക്ഷിക്കട്ടെ.